ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ സറൗണ്ടിങ്സ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ വെളിയിലാണ് നിൽക്കുന്നത് ഗൈസ്. നല്ല തണലുള്ളിടത്തായിരുന്നു നിന്നത്. ബട്ട് ഇവിടെ ഇത് കണ്ടു, നമ്മുടെ പാവലൊക്കെ അഴുകാൻ എന്നല്ല, അതിൻ്റെ ഇലയെല്ലാം മഞ്ഞ കളറായി. അപ്പോൾ നമ്മളതങ്ങ് പറിച്ച് കളഞ്ഞു. പിന്നെ നടും ഇത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഇറങ്ങി നിന്നാലും ഒന്നുമില്ല ഗൈസ്, തടലൊന്നും ഇല്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും നടന്നു. ഇതാണ് സാധനം, തണ്ണിമത്തനാട്ടോ. ഇത് ഇത്രയായി കണ്ടു, ഇത്രയായി ഗൈസ്. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന പയറാണ്, തെറ്റി. ഇവിടെ അടുത്തതുണ്ട് മുളക്. നമ്മുടെ ഇവിടെ കുറേ മുളക് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിക്കാറായതാണ് കേട്ടോ. പറിക്കാറായതോ അതിനകത്ത് നിൽപ്പുണ്ട്, അതുകൊണ്ട് അതിനകത്ത് നിൽപ്പുണ്ട്, അതുകൊണ്ട് അവിടെ ഉണ്ട്, അവിടെ ഇവിടെ എല്ലാം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മുക്കുട്ടി മുളക് പറിക്കാൻ വേണ്ടി ഇറങ്ങി. പാത്രമൊക്കെ എടുത്ത് കത്രയൊക്കെ റെഡിയായി. അവൾ പറിക്കാൻ പോവാ കേട്ടോ. അല്ലല്ല, മണ്ടയ്ക്കാ കൂടുതൽ. നിങ്ങൾ കണ്ടോ, ഇനിക്കുന്ന ഇഞ്ചി കേട്ടോ. പിന്നെ അപ്പുറത്തെ അയ്യത്ത് നമ്മുടെ ആഞ്ഞിലിച്ചക്ക എല്ലാവർക്കും ഇഷ്ടമല്ലേ. ആഞ്ഞിലിച്ചക്ക ആ കൊമ്പ നിൽക്കുന്ന കണ്ടോ, അതിനകത്ത് ഇഷ്ടം പോലെ നിൽപ്പുണ്ട് ഗൈസ്. പിന്നെ അതുകൊണ്ട് അവിടെ നിന്ന് ഒരാൾ വരുന്നുണ്ട്. എന്തോ ഇങ്ങി വന്ന ഇത് നോക്കിക്കേ താരാന്ന്. നമുക്ക് ദേഷ്യം വരുന്നു കേട്ടോ. നമുക്ക് പോയി നോക്കാം. എന്താ എവിടെ പോവാനാ? അപ്പോൾ നമുക്ക് അങ്ങോട്ട്, അവിടെ നിന്ന് എല്ലാവരെയും വിളിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മ മുളക് പറിക്കുക കേട്ടോ. ഹൈറ്റില്ല. അപ്പോൾ അത് ഞാൻ പറിക്കണം കേട്ടോ. നമുക്ക് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ മുളക് കട്ട് ചെയ്യേണ്ടി വരും. അത് മണ്ടയ്ക്കല്ല, നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. കണ്ടോ ഗൈസ്, അപ്പം ഒത്തിരി അതുകൊണ്ടാണ് ഗൈസ് ഒരു കണ്ടമായിരുന്നു കേട്ടോ. നെല്ല് അമൃത തണ്ട് പാത്രം എനിക്ക് തരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് പറിക്കണം. ഞാൻ പറിച്ചിട്ട് അടുത്ത മുളക്, അത് വെറൈറ്റിയാണ് കേട്ടോ, അതും നമുക്ക് പറിക്കണം. അമൃതയുടെ കയ്യിലേക്ക് ഞാൻ ക്യാമറ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് പറിക്കണം. ഇത് പറിച്ചാൽ ഇത് പെട്ടെന്നാണ് ഗൈസ് വിളയുന്നത്. നമ്മൾ ഇന്ന് പറിച്ച് നാളെ നോക്കുമ്പോൾ കുറേ വിളഞ്ഞ് നിൽപ്പുണ്ടായിരിക്കും. അപ്പം നമുക്ക് ആ മുളക്കെല്ലാം പറിച്ച് തന്നിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ. അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കണം. വിളഞ്ഞത് കാണും, ചാൻസ് കൂടുതലാണ്. ഉണ്ട് കേട്ടോ, ആ കൊമ്പയിലാണ് നിൽക്കുന്നത്. ഇത് ഞാവല കേട്ടോ, കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇതാണ് സൈഡ് വ്യൂ. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്. ഇത്രയോളം തോന്നും. അല്ലതാ നിൽക്കുന്നു, അത് പൊട്ട. ഇതാ ഇവിടൊക്കെ നിൽപ്പുണ്ട്. കൈ മാറ്റ്. ഇതുണ്ട് ഗൈസ്, ഒരു ഇത്രയേ ഉള്ളൂ. അവിടെയൊക്കെ നിൽപ്പുണ്ട്, നമുക്ക് പറ്റില്ല. അല്ലല്ല, ഇത്രയേ ഉള്ളൂ. അതെല്ലാം പൊട്ടാണ് ഗൈസ്. നമുക്കിനി അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടതാണ്.
വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു തുളസി തൈ നിൽക്കുന്നു. ഇവിടെ കുറേ നമ്മുടെ എന്തുവായിരുന്നു വാടാമുല്ല നിൽപ്പുണ്ടായിരുന്നു, നമ്മളെല്ലാം പറിച്ചു കളഞ്ഞു. ഇതിനകത്തൊരു സൈസ് കീടം മുഞ്ഞാന്ന് പറയുന്നത്. പിന്നെ ഇതാണ്ട് ഉണ്ട് തന്നെ, ഇതിനകത്ത് കാണും. തോന്നിക്കുന്നു, അതിനകത്ത് കുറേ നിൽപ്പുണ്ട് കേട്ടോ. ഇത് പോവാറായെന്ന് തോന്നുന്നു. പാത്രം നല്ല ചൂടായി കേട്ടോ. അയ്യോ എൻ്റെ ദൈവമേ, നമ്മളെടുത്ത് കെട്ടിൻ്റെ മണ്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു. ഇത്രയോളം തോന്നുന്നു ഇതിനകത്ത്. ഇല്ല, അതാ ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. നമുക്കിനി അങ്ങ് പോകണം. ഇതൊരു ഫ്രിഡ്ജാണ് കേട്ടോ. നമ്മളതിനകത്ത് മണ്ണ് നിറച്ച് ഇഞ്ചിയും ഇതാ പുതിന നിൽക്കുന്നു, അതൊക്കെ നട്ടു. പിന്നെ ഇതാ ഇതിനകത്ത് കണ്ടെങ്കിൽ ഇതൊരു കാന്താരിക്കൊല്ല കേട്ടോ, കാന്താരിയല്ല, മുളക് തൈ. ഇതിനകത്ത് കണ്ടൊരു നമ്മൾ പഴുത്ത ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, തന്നെ അവിടെ കിടന്ന് കിളിച്ചോളൂ. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, അതിനകത്തുനിന്ന് ഒന്നേ കിട്ടിയുള്ളൂ. നമുക്കിനി അപ്പുറത്ത് പോകണം. ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതുണ്ട്, ഇതും ചെറിയ നീളമുണ്ട്. നമുക്ക് പിന്നെ കണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ, ഇതിനകത്തുണ്ട് കേട്ടോ. എനിക്കിന്നാ പയറാ. ഇതാ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് പറിക്കാം. ഒരു സൈസ് കറുത്ത ഉറുമ്പ് ഇതിലെ കൂടെ പോന്നു. അയ്യോ, ഒരെണ്ണം താഴെ പോയി. അയ്യോ, ഇത്രേ ഉള്ളെന്ന് തോന്നുന്നു ഗൈസ്. അതാണ് ഇരിക്കുന്നത്, അപ്പുറത്ത് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ റംബുട്ടാനാണ് നിൽക്കുന്നത്. അടുത്ത് ഇവിടെ നിൽക്കുന്നത്, അതും ഉണ്ട ടൈപ്പ്, അത് മറ്റേ വീർത്തിരിക്കുന്നത്. രണ്ട് നിൽക്കുന്നു. ഇപ്പോൾ ചെലന്തി വില. ഇതൊരു ഓമത്തൈ രണ്ട്. ഇപ്പം ആകെ നമ്മൾ മൂന്ന് മുളകിനെ പറിച്ചു കാണിച്ചോളൂ. മൂന്ന് മുളക് തൈയിൽ നിന്ന് പറിച്ചതാണ്. ഏത് താഴെ നിൽക്കുന്നേ? ഇതോ? ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. നീ വാ, ഇവിടെ നിൽക്കും. എൻ്റെ ദൈവമേ, അതാണ്ട് ഇത് സൂക്ഷിച്ച് നോക്കിയല്ലേ കിട്ടും. ഇതാണ് അതിനകത്തുണ്ടോ? ഇതൊരു മാവ. നോക്കണം ഗൈസ്, അവിടെ കാണുമായിരിക്കും. വേണ്ട, അതിനകത്ത് കാണുമായിരിക്കും. വേണ്ട, ഇതിനകത്ത് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട്. ഇതൊരു പാവലാണ്, നമ്മൾ തെങ്ങയിൽ പടത്തി വിട്ടേക്കുക കേട്ടോ. അതുകൊണ്ടൊരു കിളി ഇരിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാ മതിലേൽ, അതുകൊണ്ടാ നിൽക്കുന്ന കേട്ടോ ചൈനീസ് കാന്താരി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിൽക്കുന്നു. പഴുത്ത ഒത്തിരി നിൽപ്പുണ്ട്. പറിക്ക്. ഇവിടെയൊക്കെ ഇത് ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. ഇത് പ്ലാവ്, അതുകൊണ്ട് അവിടെ ഒരാളിരുന്ന് കളിക്കുന്നുണ്ട് ഗൈസ്. കഞ്ഞിയും കറിയും കളിക്കുകയാണേ, ആളറിഞ്ഞില്ല. ഇനിയുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടാൽ തോന്നും കുഞ്ഞതാന്ന്, പക്ഷെ അത് വിളഞ്ഞതാ. ഇത് കണ്ടോ, അങ്ങനെ നിൽക്കുന്ന സാധനം കണ്ടോ, പഴുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നിൽക്കുന്ന കരിവീപ്പാ കേട്ടോ. താണ്ട് നിൽക്കുന്നു പറഞ്ഞു.
അതുകൊണ്ട് ഈ നിൽക്കുന്ന കരിവേപ്പ് അതൊരു വഴുതനയാണ്. ഒരു ചീരത്തൈ ഇങ്ങോട്ടുണ്ട് ഗൈസ്. ഇത് റംബുട്ടാൻ ഇവിടെ നല്ല തണലാണ് കേട്ടോ. ആ അതാ 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 ഇതാണ്ട് ഇതിനകത്ത് നിൽപ്പുണ്ട് ഗൈസ്. അവിടെ നിൽക്കണ്ടേ? അയ്യോ ഇതിനകത്ത് നല്ല നീളമുള്ള മുളക്. ആ അവിടെ ഉള്ള പറിക്കാം. ആ അത് പറിക്കും. അതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. നല്ല കൊണ്ട് ഗൈസ് കൊണ്ട് താഴെ കിടക്കാം. ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞതാ. അപ്പം നമുക്ക് ഇതിനകത്തെ പറിക്കാം. അതുകൊണ്ട് ഇതിനകത്ത് ഇത്ര അല്ല 3, ഇതിനകത്തും നമുക്ക് 4 എണ്ണം കിട്ടി. അതുകൊണ്ട് നിൽക്കുന്നു. അതിനകത്തൊന്നുമില്ല. ഇതെല്ലാം പച്ചച്ചീര കേട്ടോ. ഇതിൻ്റെ പേരെന്തുവെന്ന് അറിയത്തില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പേര് ഞാൻ പച്ചച്ചീര എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത്രയും കിട്ടി കേട്ടോ നമുക്ക്. ചീരയുടെ ഇടയ്ക്കൊരു തുളസി ഇതുണ്ടോ? ഓമയ്ക്ക വേണ്ട വരെയുണ്ട്. ഇതിനിടയ്ക്ക് ഇവിടെ രസമല്ലേ? ഇവിടെ ഭയങ്കരമായിട്ട് കാക്കക്കാരി നിൽക്കും. പിന്നെതാ തെറ്റി നിൽക്കുന്നു. ഇതൊരു പേരയാ കേട്ടോ. ബഡ് പേരയില്ലേ? ഒരെണ്ണം നിൽക്കുന്നു. 2 എണ്ണം ഉണ്ട്. 10 മണി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ? നല്ല രസമല്ലേ? ഈ കളറും പിങ്കും കൂടെ, ഈ 2 കളറും കൂടെ മിക്സഡ് ആയിട്ടുള്ള രസമുണ്ട്. പിന്നെ ഇവിടെ ചെമ്പരത്തി ഒരു മുല്ല നിൽക്കുന്നു. താമരയുണ്ട് കേട്ടോ. ഇതുവരെ അത് കൊണ്ടു വച്ചപ്പോൾ പൂവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റീപ്ലാന്റ് ചെയ്തു. അതിൽ പിന്നെ മുട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് തന്നെ ഒരു ബേസിനിലോട്ടാക്കണം ഇത്. നമുക്ക് ആ സൈഡ് പോവാം കേട്ടോ. ബട്ടർഫ്ലൈ ചെടി കണ്ടു. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. ഇതാണ്ട് കണ്ടു ഇത് കണ്ടപ്പോ അത്രേ ഉള്ളൂ അതിനകത്ത്. ഒരാൾ വന്നു കേട്ടോ. വരുന്നുണ്ട്. കഴിക്കുന്നോ? നമ്മളൊരു എന്താ ഇതിൻ്റെ പേരെന്തായിരുന്നു? പ്രാഷൻ പൂട്ട് കയറ്റി വിട്ടേക്കോ കേട്ടോ. അത് മണ്ടക്കോട്ട് ചെന്ന് നമ്മൾ ഇതുപോലെ പന്തൽ കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു തണലാവുമല്ലോ. പിന്നെ പടാമുല്ല താണ്ട് നിൽക്കുന്നു കേട്ടോ. ഇനി ചെടിയുടെ പേരെന്തുവാന്ന് എനിക്കറിയില്ല. ഇത് പക്ഷെ രസമാണ് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെയും കൂടെ കമൻറ്റ് ചെയ്യണേ. എന്തുവാന്ന് എനിക്കും അറിയത്തില്ല. അത് പിന്നെ കോളാമ്പി പൂവ്, ബൊഗൈൻവില്ല. അപ്പം ഗൈസ് നമ്മൾ മുളകെല്ലാം പറിച്ചു കഴിഞ്ഞു. രണ്ട് ഗൈസ് ഈ ചെമ്പരത്തിയുടെ ഇല കണ്ടോ? നല്ല പച്ചക്കളറാണ്. എനിക്കൊന്ന് പറ. അതെടുക്കല്ലേ നോനോ? എന്തോ നന്ദു സാർ ഇതെന്തോ ഇത്? അമ്മു എടുത്തോ? അവളോട് പറഞ്ഞേ മാറ്റി വെക്കാൻ പറ. മാറ്റി എന്റെ കയ്യിലൊന്നും ഇല്ല. മാറ്റി
മുറ്റത്ത് വെയിലാ, ഇനി കയറി വരാൻ പറ. വെയിലാണ്. കയറി വാന്ന് പറ. ഇല്ലല്ലോ ഇല്ല. ആഞ്ഞിലിച്ചക്ക പഴുത്ത് കിടക്കും. ആഞ്ഞിലിച്ചക്ക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്ക് ഇത്രയും മുളക് കിട്ടി. അപ്പം അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ.